station closed due to a wedding anniversary. Welcome back to Salt and Paradisos. നമ്മളിന്ന് നിൽക്കുന്ന സ്ഥലം സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടൻ ബ്രിഡ്ജിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു വെതറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം, അതായത് ഈ മാപ്പിലെ ഈ പരിസരത്ത് എവിടെയാണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇത് നോക്കിയിട്ട് വേണം അതായത് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ലണ്ടനിൽ. നമ്മൾ അങ്ങനെയാണ് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാനും കൂടിയാണ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഇതാണ് സൗത്ത് വാർക്ക്. റിയൽ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഈ ബാക്കിൽ കാണാൻ പോകുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. കാണുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇപ്പോൾ കാണാൻ പോകുന്നതാണ് ശരിക്കുള്ള ലണ്ടൻ ബ്രിഡ്ജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പിക്ചറിലൊക്കെ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് ടവർ ബ്രിഡ്ജാണ്. അപ്പോൾ ആദ്യം ലണ്ടൻ ബ്രിഡ്ജാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരൊക്കെ ഭയങ്കര റഷുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന ബ്രിഡ്ജ് ആ വശത്താണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകണം ശരിക്കും. ഓക്കെ, ഇവിടെ നിന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സിറ്റിയുടെ ഒരു സെൻറ്ററായിട്ട് വരും. അപ്പോൾ രണ്ട് സൈഡിലേക്ക് ബസ്സുകളും ആൾക്കാരും ഇങ്ങനെ റഷാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ്, മെയിൻ ലണ്ടൻ ബ്രിഡ്ജിന് കഴിഞ്ഞ് നമ്മൾ ടവർ ബ്രിഡ്ജിലേക്ക് യാത്രയാണ്. ഇവിടെ സ്റ്റെയർസ് ഉണ്ട്, അത് ഇറങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ പോയാലാണ് നമുക്ക് അവിടെ എത്താം. നമുക്ക് പോവാം. നമ്മൾ നടന്ന് ലണ്ടൻ ബ്രിഡ്ജ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആട്ടോ. അയ്യോ, തണുപ്പും കാറ്റുകാരനെ വിറയ്ക്കാൻ നിന്ന്. ബോട്ടിൽ ആളുണ്ട്.
ഇവിടെ വലിയ നമ്മുടെ ടൈറ്റാനിക് പോലത്തെ വലിയൊരു കപ്പൽ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ കാണു പോയി കാണാം. പിന്നെ ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് നടന്നു പോകുമ്പോൾ കുറേ സ്റ്റാറ്റ്യൂസ് കാണാൻ പറ്റും. ഇവിടെ മങ്കിയുടെ, കങ്കാരു, അങ്ങനെ കുറേ തന്നെ. അതായത് ഓരോന്നിനും ഓരോ സ്റ്റോറീസ് പറയാനുണ്ട്. അതിൻ്റെ അടിയിൽ അവർ കൃത്യമായിട്ട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോവുകയാണെങ്കിൽ എല്ലാവരും അതൊന്ന് റീഡ് ചെയ്തിട്ട് പോകണം. ഭയങ്കര ഡിമാൻഡാണ്. നമ്മളോട് ഫോട്ടോ എടുക്കാൻ വന്നത് തന്നെ കുറേ പേര് വന്നു. ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി എല്ലാവർക്കും സ്പെഷ്യലായിരിക്കും. അപ്പോൾ ഞങ്ങളും സ്പെഷ്യലാണ്. അതാണ് ഇങ്ങനത്തെ ഒരു സ്പോട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതേ ലണ്ടൻ ബ്രിഡ്ജിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കേക്കും ഇത് റെഡിയാണ്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? വെഡിങ് ആനിവേഴ്സറി അങ്ങനെ 365 days of love. അടി ഇടി കുത്ത് ചവിട്ട് ബഹളം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 1 year നമ്മളങ്ങനെ എത്തി നിൽക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ കുറേ പേര് വിശ്വാസമൊക്കെ അറിയിച്ചു. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം. പിന്നെ എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുക. ഇവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഇന്ന് സാറ്റർഡേ കാരണം നല്ല തിരക്കുണ്ട്. പിന്നെ അതുപോലെ കല്യാണത്തിനൊക്കെ വെഡിങ് ഷൂട്ട് സാധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കുഞ്ഞു ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങളോട് പോകുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ ലണ്ടൻ ബ്രിഡ്ജ്. ഇത് ടവർ ബ്രിഡ്ജാണ്, പക്ഷെ എല്ലാവരും പറയും ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന്. മോസ്റ്റ്ലി എല്ലാ ഫോട്ടോസിലും ഇതാണ് നമ്മൾ കണ്ടുവന്ന് ശീലിച്ചിട്ടുള്ളത്.
ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ആ ബ്രിഡ്ജിലൊന്ന് കയറണം, അതാണ് ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വ്യൂസൊക്കെ. നിൽക്കുന്ന സ്ഥലം ടവർ ബ്രിഡ്ജാണ്. ഇതാണ് നമ്മൾ ഫോട്ടോയിലേക്ക് കാണുന്ന വൈറ്റ് ലൈറ്റ് ബ്ലൂ കളറിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്രിഡ്ജ്. നല്ല റഷാണ് ബ്രിഡ്ജിൽ. നമ്മൾ പതുക്കെ ബ്രിഡ്ജ് ഇവിടെ നടന്നിട്ട് നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് നമ്മൾ കടക്കാൻ പോകണം. ഓക്കെ, ഇതാണ് ടവർ ബ്രിഡ്ജിന്റെ മുകളിലുള്ള വ്യൂ കേട്ടോ. ഭയങ്കര കാറ്റുണ്ടോ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പൊക്കെ വരുന്ന സമയത്ത് ബ്രിഡ്ജിൻ്റെ സെൻറ്റർ ഓപ്പൺ ആവും. ഇതൊരു സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രമേ ഇത് ഓപ്പൺ ആവും, എല്ലാ ദിവസവും ഓപ്പൺ ആവില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജിൻ്റെ സെൻറ്റർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. ഇതാട്ടോ ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മീൻസ് ടവർ ബ്രിഡ്ജിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ പോയിട്ട് ഓപ്പോസിറ്റ് ഉണ്ട് പറഞ്ഞത്. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlights, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep. ഇത് കാണാൻ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നാട്ടിലെ പൂരപ്പുറമിൽ പോയി തോന്നി. തൃശ്ശൂർ പൂരത്തിന് പോകാൻ പറ്റില്ല.
നിങ്ങളുടെ എഞ്ചിനീയർമാരുടെ ഭാഷയിൽ ഇങ്ങനെ ഒരു സ്ക്രൂവും കണക്ടർ എന്താ പറയാ, അതായത് നമ്മളിങ്ങനെ ഡോർ ഓപ്പൺ ആവാനും ക്ലോസ് ചെയ്യാനും നമ്മള് വിജാഗിരി പോലുള്ള സംഭവല്ലേ, ഹിഞ്ചസ് ആണ് പാലത്തിന്റെ ഹിഞ്ചസ്, ഓരോ ഉക്കുകളാണ് ചെയ്തിട്ടാണ് ഈ സാധനം ലോഡായി. എന്റെ കൈയുടെ വലിപ്പോ കേട്ടോ. ഈ താഴെ കാണുന്ന സംഭവം എന്തുവാ? അവിടെയും കുറെ ആളുകളുണ്ടല്ലോ. Hello. I was getting hit by flying pigeons. ബ്രിഡ്ജ് നമ്മൾ കയറി ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ അതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് സൈഡിലെത്തി. അവിടെയാണ് ഈ ടവർ ഓഫ് ലണ്ടൻ, അതുപോലെ സെൻറ്റ് കാതറിൻ ഡോക്സ് ഒക്കെ ഉള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇങ്ങനത്തെ ഒന്നിൽ ട്രാവലിംഗ് വരാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. എന്താണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് നമ്മൾ എപ്പോഴും നമ്മൾ ഫോട്ടോസിലാണെങ്കിലും വീഡിയോസിലെല്ലാം കണ്ട് നമുക്കൊരു പരിചയമുള്ള സ്ഥലം. പക്ഷെ അതിന് നിയർ ബൈ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് പരിചയമില്ല. പക്ഷേ കാണാൻ നല്ല വ്യൂസ് ആണ്. ആൾക്കാര് ശനി ഞായറായതുകൊണ്ടും നല്ല റഷാണ്, വീക്കെൻഡ്സ് ആണല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ തിങ്ങി ഇറങ്ങിയിട്ടാണ് ആ ബ്രിഡ്ജിന് മുകളിലൂടെ ഒരു സൈഡിൽ നിന്ന് അപ്പുറ സൈഡിലേക്ക് കയറിയിട്ട് ഇറങ്ങണത്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരു പൂരം കണ്ട് ഇറങ്ങിയ പോലെ ഉണ്ട്. പക്ഷെ ആ ബ്രിഡ്ജിന് മുകളിൽ കയറണ സമയത്ത് അത്ര റഷ് ഉണ്ടാവും, നല്ല റഷാണ്. ഞങ്ങള് തൃശ്ശൂരത്തിന് പോകാൻ പറ്റാത്ത പക്ഷേ ആ ബ്രിഡ്ജിന്റെ മുകളിൽ തീർത്തു, കാരണം അത്ര റഷായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും ഒരു ബ്രിഡ്ജിന് ഒരു ചെറിയൊരു കോർണറിലൂടെ കയറിയിട്ട് അപ്പുറത്തെ കോർണറിലൂടെ നമുക്ക് താഴത്തേക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. ടവർ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കാസ്റ്റിൽ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ടവർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിയർ ബൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മിഡിൽ ഓഫ് ഡ്രോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ദ ഹ്യൂജ് ഫയർ ഡിസ്ട്രോയ് ദ ടവർ ഗ്രാൻഡ് സ്റ്റോർ ഹൗസ് ഇൻ 1841. ഇത് ഫുൾ നശിച്ചതാണ്. കണ്ടോ, ടുഡേ ദ സ്ട്രെങ്തൻ ഡ്രോ ബ്രിഡ്ജ് ക്യാൻ ക്യാരി ദ വെയിറ്റ് ഓഫ് എ മോഡേൺ ഫയർ എഞ്ചിൻ. ഈ ഒരു പോർഷൻ ഫുള്ളും ഫയറിൽ ഫുള്ളും നശിച്ചതാണ്. കണ്ടോ, അതിപ്പോഴും അവർ അതിന് ഫുള്ള് റിനോവേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ അത് സൂക്ഷിക്കുന്നുണ്ട്. നല്ല ടൈറ്റ് സെക്യൂരിറ്റി സിസ്റ്റം ആട്ടോ യൂസ് ചെയ്തിരിക്കണേ. ഇത് കണ്ടോ, ഫുള്ളും വെള്ളമാണ് ഇതിനെ സറൗണ്ട് ചെയ്തിട്ട്, ഇതിന് ചുറ്റും. അത്ര പെട്ടെന്നൊന്നും ഈ ഒരു കാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ആർക്കും അങ്ങനെ കയറാൻ പറ്റത്തില്ല. ഇപ്പോഴും എല്ലാവരും വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് കോയിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇതെന്താ സംബന്ധം എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവിടെ വലിയൊരു ട്രൈറ്റേഴ്സ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് കാശ്മീരിൽ വിളിക്കുള്ള വേറൊരു വഴി. ഇവിടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരാണെങ്കിൽ പറ്റിയ നല്ലൊരു ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വെതർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഉണ്ട്. കാറ്റ് ഭയങ്കര കാറ്റുണ്ട്. പിന്നെന്താ കുറേ നമ്മളിവിടെ വരുന്ന സമയത്ത് എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലണ്ടൻ ബ്രിഡ്ജും അതിന് ചുറ്റുള്ള സ്ഥലങ്ങളും കറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് വരണം. അങ്ങനെയാണ് കുറച്ചുകൂടി നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വേറെ സ്ഥലങ്ങൾ ലണ്ടൻ ചെയ്യാൻ പല സ്ഥലങ്ങളുണ്ട്. അത് കാണാൻ നിന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് കയറാം, ഒരു സൈഡിൽ നിന്ന് കയറിയിട്ട് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലൂടെ ഇറങ്ങി ഒരു കാഷ്വൽ ഉണ്ട്. കാഷ്വലും കാണാൻ പറ്റണ നല്ലതാണ്. പക്ഷെ ക്യൂ കുറച്ചും കൂടുതലാണ് കാഷ്വലിന്. ടവർ ഓഫ് ലണ്ടൻ അതൊക്കെ കണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെയൊക്കെ നല്ലതാട്ടോ. അങ്ങനെ ഇറങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഡേ ട്രിപ്പാണ് ശരിക്കും. രാവിലെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് കയറാൻ പറ്റുന്നൊരു ട്രിപ്പാണ്. ഈ ഒരു വിശേഷങ്ങൾ നല്ലൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നല്ലൊരു മെമ്മറബിൾ ഡേ ആക്കി ഞങ്ങൾ. അതെ, കൂടെ തന്നെ ബ്രിഡ്ജിന്റെ എക്സ്പ്ലോറേഷൻ കൂടി നടന്നു. ബ്രിഡ്ജിന്റെ ഞെട്ടും ബോൾട്ട് വരെ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് കണ്ടില്ലേ നമ്മൾ പറയുന്നത് വന്നതിന് ശേഷം എല്ലാം കണ്ടു. പുതിയ വീഡിയോകളായിട്ട് ഇപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.